ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ അടിപൊളി ക്രാഫ്റ്റ് വർക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ക്രിസ്മസ് സീസണിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇതുപോലെയുള്ള ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യാറുണ്ട്. വാങ്ങി വെക്കുന്നതിലും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി വെക്കുന്നതിലാണല്ലോ അതിൻ്റെ ഒരു രസം. അപ്പം ക്രിസ്മസ് റീത്ത് മിക്കവരും തന്നെ ഉണ്ടാക്കാറുണ്ടല്ലേ. ഈ പ്രാവശ്യം ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള എന്നാൽ ലോ കോസ്റ്റിലുള്ള ഒരു റീത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ റീത്ത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിൻലി രണ്ട് കാര്യങ്ങൾ മതി. ഒന്ന് നെറ്റിൻ്റെ ഒരു ക്ലോത്തും, പിന്നെ നമുക്ക് അതിനകത്ത് ഫ്ലവേഴ്സ് വെക്കാനായിട്ട് ഒരു റെഡ് കളറ് വെൽവെറ്റ് പേപ്പർ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ മനോഹരമായ റീത്ത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യമേ തന്നെ നമ്മൾ കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് എടുത്തേക്കുവാണ്. അതിനകത്ത് നമ്മൾ 2 സർക്കിൾ ഇട്ട് കൊടുക്കണം. ഒരു വലിയ സർക്കിളും അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ചെറിയ സർക്കിളും. അപ്പോൾ അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ 2 പ്ലേറ്റുകളാണ് ഉപയോഗിക്കുന്നത്. 2 വലുപ്പത്തിലുള്ള പ്ലേറ്റുകൾ. എന്നിട്ട് നമ്മളത് പെൻസിൽ വെച്ച് വരച്ചെടുത്തിട്ട് ഇനി നമ്മൾ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കതേ നമ്മുടെ റീത്ത് ഉണ്ടാക്കാനുള്ള റിങ് കിട്ടി. ഇനി നമ്മൾ ഈ റിങ് ഇപ്പോൾ ഇത് ഫ്ലാറ്റായിട്ടാണല്ലോ ഇരിക്കുന്നത് ഇതിൻ്റെ സർഫസ്. അപ്പോൾ ഇതിന് ഒരു റൗണ്ട് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ മീതെ ടിഷ്യൂ ജസ്റ്റ് ഓരോ പീസ് ടിഷ്യൂ ഇങ്ങനെ ചുറ്റും ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മൾ ടിഷ്യൂ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മൾ 2 or 3 ടിഷ്യൂസ് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത്രയും കൂടി നമുക്ക് ഒരു റൗണ്ടഡ് ലുക്ക് കിട്ടും ഇതിൻ്റെ മുമ്പിലുള്ള ആ സർഫസ്. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ടിഷ്യൂ ഒട്ടിച്ചു കൊടുത്തു. ഇനി അടുത്തതായിട്ട് നമുക്കത് ഇതുപോലത്തെ നെറ്റ്. ഈ നെറ്റ് എല്ലായിടത്തും കിട്ടുന്നതാണല്ലോ. നമ്മൾ പല ക്രാഫ്റ്റ് വർക്കിന് ഇങ്ങനത്തെ നെറ്റ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ നെറ്റ് ഒരു 2 മീറ്ററോളം നമ്മൾ എടുക്കണം കേട്ടോ. വീതി എത്രയായാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ഈ നെറ്റിൻ്റെ ഈ തുണി ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് നമ്മൾ ഈ ഒരു സർക്കിളിൻ്റെ ചുറ്റും ഇങ്ങനെ ചുറ്റിക്കൊടുക്കുകയാണ്. ഈ റിങ്ങിന് ചുറ്റും നമ്മൾ ഇതുപോലെ ചുറ്റിക്കൊടുക്കും. അപ്പോൾ അതങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് അങ്ങ് ചുറ്റി കൊടുത്താൽ മതി. അതിനകത്ത് വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഒരേ ഓർഡറിൽ അങ്ങ് ചുറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ റിങ്ങിൻ്റെ ഇത് നമ്മൾ കവർ ചെയ്യുന്നത് ഈ ഗോൾഡൻ കളറ് ഈ നെറ്റിൻ്റെ തുണി വെച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരുവിധം നന്നായിട്ട് ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക. ഗ്യാപ്പില്ലാതെ ചുറ്റി കൊടുക്കുക. ഇത്തിരി ഓവർലാപ്പ് ചെയ്തിട്ട് ചുറ്റണം. മുമ്പ് ചുറ്റിയതിൻ്റെ മീതേക്കൂടെ കുറച്ച് ഓവർലാപ്പ് ചെയ്തിട്ട് ചുറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഗോൾഡൻ കളർ നെറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ക്രിസ്മസ് കളർ തീമുമായിട്ട് നന്നായിട്ട് മാച്ചായിട്ട് പൊക്കോളും. പിന്നെ ഇതിൻ്റെ ഈ ഗോൾഡൻ കളർ എന്ന് പറഞ്ഞാൽ വല്ലാതെ ഒരു തിളക്കമില്ല. നല്ല ആവശ്യത്തിനുള്ള തിളക്കവും നല്ല ഭംഗിയുണ്ട് ഈ നെറ്റിൻ്റെ തുണിക്ക്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചുറ്റിയിട്ട് അവസാനം അതിൻ്റെ അടിഭാഗത്തേക്ക് നമ്മളൊരു ഇതുപോലെ വീണ്ടും ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ നെറ്റിൻ്റെ ഇതിങ്ങനെ ചുരുട്ടി പിടിച്ച് കഴിയുന്നതുകൊണ്ട് കുറച്ച് വീണ്ടും ചിലപ്പോൾ നന്നായിട്ട് ഫിക്സ് ആയില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഗ്ലൂ വെച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും നമ്മുടെ ഈ റിങ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് റോസ് ഫ്ലവേഴ്സ് ഈ റിങ്ങിൽ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ റോസ് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇതാണ് റെഡ് വെൽവെറ്റ് പേപ്പറാണ് ഉപയോഗിക്കുന്നത്. അതിങ്ങനെ ഈ സർക്കിൾ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ചുറ്റുവാണ്. ഇത് മിക്കവർക്കും അറിയായിരിക്കും ഈ റോസ് ഫ്ലവേഴ്സ് എങ്ങനെ ഉണ്ടാക്കുന്നത്. ഇത് ഒരു സിമ്പിളായിട്ടുള്ള രീതിയാണ് റോസ് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മളിതിങ്ങനെ ചുറ്റിയെടുത്ത് അവസാനം അവിടെ അതിൻ്റെ അവസാനത്തെ എൻഡിൽ ഗ്ലൂ വെച്ച് കൊടുക്കുക. കണ്ട ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതാ നമ്മളിതുപോലെ ചുറ്റിയെടുക്കും. ഇങ്ങനെ വെറുതെ ചുറ്റി എടുത്താൽ മതി. ഒരേ ലെവലിൽ ഇങ്ങനെ ചുറ്റി എടുത്താൽ മതി. എന്നിട്ട് ആ വരുന്ന എൻഡിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിങ്ങനെ അങ്ങ് ഫിക്സ് ചെയ്താൽ മതി. നന്നായിട്ട് പ്രസ് ചെയ്ത് ഫിക്സ് ചെയ്യുക. അപ്പോൾ അങ്ങനെ കുറേ ഫ്ലവേഴ്സ് ഒരു മാക്സിമം ഒരു 20 ഫ്ലവേഴ്സ് മതി കേട്ടോ. അതിതാ ഈ റിങ്ങിൻ്റെ ഒരു സൈഡിലായിട്ട് മുകളിലായിട്ടാണ് നമ്മൾ ആദ്യം കുറേ ഫ്ലവേഴ്സ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഈ റോസ് ഫ്ലവേഴ്സ് ഇങ്ങനെ ഗ്യാപ്പില്ലാത്ത രീതിയിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ട ഇതുപോലെ ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നിടത്ത് ഓരോ ചെറിയ ഫ്ലവേഴ്സ് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ മുകളിലും താഴെയായിട്ടല്ല, ലെഫ്റ്റ് സൈഡിൽ മുകൾ ഭാഗത്തും
റൈറ്റ് സൈഡിൽ താഴെ ഭാഗത്തുമാണ് നമ്മളിത് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കഴിഞ്ഞു. ഇനി റൈറ്റ് സൈഡിൽ കണ്ടോ കുറച്ച് താഴെയായിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അവിടെ ഇതുപോലെ ഗ്യാപ്പില്ലാതെ ഈ ഫ്ലവേഴ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം ഈ റോസ് ഫ്ലവേഴ്സ് ഉണ്ടാക്കുമ്പോൾ പല വലുപ്പത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കാം കേട്ടോ. കാരണം ചെറിയ ഗ്യാപ്പുള്ളിടത്തൊക്കെ ചെറിയ ഫ്ലവേഴ്സ് ഫിക്സ് ചെയ്യണമെങ്കിൽ ചെറിയ റോസാപ്പൂക്കളും വേണം നമുക്ക്. അപ്പോൾ അങ്ങനെ അത് ഒരുവിധം നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഫ്ലവേഴ്സിനെ ഒന്ന് സുന്ദരമാക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും മുത്തുകൾ മതി. ഏതെങ്കിലും പഴയ മാലയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും മുത്തുകൾ ഇരിപ്പുണ്ടെങ്കിൽ അത് മതി. ഇവിടെ ഞാൻ ഗോൾഡൻ കളർ മുത്തുകൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഈ റോസിൻ്റെ സെൻറ്ററിലായിട്ട് ഫിക്സ് ചെയ്യുകയാണ്. ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ചെറിയ കുറച്ച് ബീഡ്സ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് അതും കുറച്ച് ഫ്ലവേഴ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ 3 ചെറിയ ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടോ ഇതുപോലെ 3 ബീഡ്സ്, അതും ഒരു പ്രത്യേക ഭംഗിയല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാ ഫ്ലവേഴ്സിലും അതുപോലെ ബീഡ്സ് അത് വെച്ച് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഈ റിങ്ങിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊരു സാറ്റിൻ റിബൺ കൊണ്ടുള്ള ഒരു ബോ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ബോ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ബോയാണ്. ഇങ്ങനെ ഈ രീതിയിൽ നമ്മളൊന്ന് ഷേപ്പാക്കി എടുത്തിട്ട് ഗ്ലൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ 2 ബോ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. സെയിം രീതിയിൽ 2 ബോസ് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഇത് ഒരെണ്ണത്തിൻ്റെ മീതയിലേക്ക് അടുത്തതും കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ബോ ആയിട്ട് തോന്നും. കണ്ടോ, അപ്പോൾ ദേ ബോ റെഡിയായി. ഇനി ഇതിൻ്റെ അടിഭാഗത്ത് ആ ഷേപ്പ് വരുത്താനായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ ബോ റിങ്ങിൻ്റെ മുകൾ ഭാഗത്തായിട്ട് സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മീതയായിട്ട് ഇതുപോലൊരു ബെല്ല്, ഇത് എൻ്റെ കയ്യിൽ ഇരുന്ന ഒരു പഴയ ബെല്ലാണ്. പിന്നെ ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സാന്താക്ലോസിൻ്റെ ചെറിയൊരു ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. കണ്ടോ ഈ ബെല്ലിൻ്റെ മുകൾ ഭാഗത്തായിട്ട്. ഇത്രയുള്ളൂ സംഭവം കേട്ടോ. ഇനി ഇത് തൂക്കിയിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു സ്ട്രിങ് ഇതുമ്മ പിടിപ്പിക്കണം. അത് ഇതുപോലൊരു കാർഡ്ബോർഡ് പീസ് ഇതുമ്മ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ റീത്ത് ഞാൻ തൂക്കിയിട്ടിട്ടുണ്ട്. നല്ല രസമില്ലേ കാണാനായിട്ട്.